വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ SBIPയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് കാണാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ വളരെ വലിയ സർപ്രൈസുകൾ ഇത്തവണയും SBIPയുടെ നോട്ടിഫിക്കേഷനുള്ളിൽ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എല്ലാവരും PDF എടുത്ത് വെച്ചിട്ടുണ്ടാവുക. മാത്രമല്ല, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നോട്ടിഫിക്കേഷൻ വരുന്നത് കൃത്യസമയത്ത് അറിയണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ അറിയാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രം കൃത്യസമയത്ത് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഡേറ്റ്സ് കൃത്യമായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വരെയാണെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. 24/6/2025 തുടങ്ങി 17/7/2025 വരെയാണ് ഓൺലൈൻ രജിസ്ട്രേഷന് സമയം നമുക്ക് തന്നിരിക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ആവണം, അത് മറക്കരുത്. അപ്പോൾ ഈ പറഞ്ഞ തീയതികൾക്കുള്ളിൽ നിങ്ങൾക്ക് ശ്രദ്ധയോടെ നോക്കി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ റെഡി ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ ആപ്ലിക്കേഷൻ എപ്പോഴും കംപ്ലീറ്റ് ആവുന്നത് ഫീ പേയ്മെന്റിന് ശേഷമാണെന്നുള്ള കാര്യം ഓർത്തോളാം. അപ്പൊ 24/6/2025 to 14/7/2025 ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ബാക്കിയിലേക്ക് പോകാം. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു ടേക്ക് ദ പ്രിന്റ് ഔട്ട്. നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഉറപ്പായിട്ടും അതിന്റെ ഫൈനൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 3 ഫേസിലാണ് എക്സാം നടക്കുന്നത്. ഫേസ് 1 എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. ഫേസ് 2 എന്ന് പറയുന്നത് മെയിൻസ് എക്സാമിനേഷൻ ആണ്. ആൻഡ് ഫേസ് 3 മെയിൻസ് എക്സാമിനേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരാണ് ഫേസ് 3യിലേക്ക് പോവുക. അവിടെ നിങ്ങൾ സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് ഇന്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓൾറെഡി അറിയുന്നവരായിരിക്കും എന്റെ മുന്നിലിരിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് സബ്മിറ്റ് മോർ ദാൻ 1 ആപ്ലിക്കേഷൻ. നിങ്ങൾ ഒന്നിലധികം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനം നിങ്ങൾ ഏതാണോ സബ്മിറ്റ് ചെയ്തത് ആ ആപ്ലിക്കേഷൻ ആയിരിക്കും വാലിഡ് ആയിട്ട് അവർ എടുക്കുക. ഓക്കെ, ലാസ്റ്റ് സബ്മിറ്റഡ് ആയിരിക്കും അവർ എന്ത് ചെയ്തത്, സബ്മിഷൻ കംപ്ലീറ്റഡ് ആയിട്ട് നിങ്ങൾ അവസാനം സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ആണ് അവർ വാലിഡേറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ഒന്നിലധികം സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ. ദെൻ അതിനുശേഷം പറയുന്നുണ്ട്, കോൾ ലെറ്റർ ഫോർ പ്രിലിമിനറി എക്സാമിനേഷൻ വിൽ നോട്ട് ബി കളക്റ്റഡ് അറ്റ് ദ എക്സാമിനേഷൻ സെന്റർ. അപ്പോൾ എപ്പോഴും പ്രിലിംസ് എക്സാമിനേഷന് പോകുന്ന സമയത്ത് വെന്യൂവിലേക്ക് നിങ്ങളുടെ കോൾ ലെറ്റർ വാങ്ങി വെക്കില്ല, ജസ്റ്റ് സ്റ്റാമ്പ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരും. അത് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി നിങ്ങൾ വച്ചേക്കണം. മെയിൻസ് എക്സാമിനേഷന് പോകുമ്പോൾ മെയിൻസ് എക്സാമിനേഷന്റെ കോൾ ലെറ്ററിനൊപ്പം തന്നെ പ്രിലിംസ് എക്സാമിനേഷന്റെ കോൾ ലെറ്ററും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നത് നിർബന്ധമാണ്. സോ അതുകൊണ്ട് കോൾ ലെറ്റർ കളയരുത്. അപ്പൊ ഇങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ആദ്യത്തെ പേജിൽ കാണാൻ സാധിക്കും. അതിനുശേഷം വരികയാണെങ്കിൽ നിങ്ങളിപ്പോ പഠിക്കാൻ റെഡിയാണ്, നിങ്ങൾക്കൊരു ബാച്ച് വേണം, അല്ലെങ്കിൽ എവിടെ തുടങ്ങണം എന്നറിയില്ല, ഫ്രഷർ ആണ്, ഉറപ്പായിട്ടും ബേസ് ടു അഡ്വാൻസ് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ായിട്ടും കൂടുതൽ ബാങ്ക് എക്സാമിനെ കുറിച്ച് അറിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് അടുത്ത SBIPO ആവാനായിട്ടും സാധിക്കുന്ന ഒരു ബാച്ചാണ് IBPS SBI ടാർഗറ്റ് ബാച്ച് എന്ന് പറയുന്നത്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ജസ്റ്റ് 6,999 മാത്രമാണ് ഇതിന്റെ ഫീസ് വരുന്നത്. ഇതിന് തന്നെ നിങ്ങൾക്ക് 5 ഡേയ്സ് എന്തുണ്ട്, ഫ്രീ ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. സോ സുഖമായിട്ട് നിങ്ങൾക്ക് കണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി തീരുമാനിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും, ആപ്പിൽ നിന്നും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുവരെയും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് എന്ത് ചെയ്യുക, സൈലന്റ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ബാങ്കിങ് സെക്ഷൻ എടുക്കുക, കോഴ്സിന്റെ ഡെമോസ് കാണുക, ദെൻ എന്ത് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ പറയും എനിക്ക് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കണം മിസ്സേ, ഓൾറെഡി ഞാൻ എക്സാംസ് ഒക്കെ ട്രൈ ചെയ്ത് എഴുതിയിട്ട് ഇരിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച്, പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതായത് ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എനിക്ക് കുറച്ചുകൂടെ പോളിഷ് ചെയ്യണം, ഞാൻ പഠിച്ച ബേസ് എല്ലാം എനിക്ക് ഒന്നും കൂടി പോളിഷ് ചെയ്തെടുക്കണം, ഒന്നും കൂടെ പ്രാക്ടീസും റിവിഷനും സ്ട്രോങ് ആക്കണമെങ്കിൽ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും ബേസിന്റെ. സോ ദാറ്റ് നിങ്ങൾക്ക് ബേസ് ഇവിടെ റിവിഷൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഹൈബ്രിഡ് മോഡ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ ഡെഫിനറ്റ് ആയിട്ട് ഇത് ചെക്ക്ഔട്ട് ചെയ്യുക. അതിനുശേഷം ഇനി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യണം, റൈറ്റ് നൗ യു വാണ്ട് ടു ജോയിൻ, ഈ നോട്ടിഫിക്കേഷൻ കണ്ടു കഴിയുമ്പോൾ ജോയിൻ ചെയ്യണം എന്നാണെങ്കിൽ RRB PO ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ച് എന്നൊരു ബാച്ച് ഉണ്ട്. ഈ ബാച്ചിൽ നമ്മൾ എല്ലാ ബാങ്ക് എക്സാമിനും വേണ്ടി ബേസ് ടു അഡ്വാൻസ് വരെയുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. അത്യാവശ്യം കുറച്ച് ക്ലാസ്സസേ ആയിട്ടുള്ള ഒരു കുറച്ച് ദിവസത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ലൈവ് കണ്ട് ഉറപ്പായിട്ടും ഇത്തവണത്തെ എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോട്ടിഫിക്കേഷന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വേക്കൻസീസ് ആണ്. യെസ്, ഇത്തവണത്തെ വേക്കൻസീസ് ടോട്ടൽ 541 ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റെഗുലർ വേക്കൻസി നോക്കുകയാണെങ്കിൽ SCക്ക് 75, STക്ക് 37, OBC 135, EWS 50, ജനറൽ 203, ടോട്ടൽ 500.
ബാക്ക്ലോഗിൽ SC-ക്കും ST-ക്കും ഉള്ള വേക്കൻസീസ് ചേർത്തിട്ടാണ് 41 വരുന്നത്. അതായത് ടോട്ടൽ SC-ക്ക് 80 വേക്കൻസീസ്, ST-ക്ക് 73, OBC-ക്ക് 135, EWS 50, 2034 ജനറൽ ആൻഡ് 541 ഓൾ ടോട്ടൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ SBI PO-യുടെ വേക്കൻസി എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും പഠിച്ച് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു പൊസിഷനാണ്. നമുക്ക് ഒരുമിച്ച് അതിനു വേണ്ടി ട്രൈ ചെയ്യാം. നമുക്കിനി കറക്റ്റ് ഇവന്റ്സിന്റെ സ്കെഡ്യൂൾ നോക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ, എഡിറ്റിംഗും മോഡിഫിക്കേഷനും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 24-ാം തീയതിയാണ്. ജൂൺ 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. 14/7 ജൂലൈ 14-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ടൈം വന്നിട്ടുള്ളത്. ഇനി പേയ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീസും സെയിം ടൈം തന്നെയാണ്. 24/6/2025 മുതൽ 14/7/2025 വരെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്യണം. ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ കോൾ ലെറ്റർ ഏകദേശം 3rd or 4th week ഓഫ് ജൂലൈ ഓൺവേർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, 3rd or 4th week ജൂലൈ ഓൺവേർഡ്സ് നിങ്ങൾക്ക് പ്രിലിമിനറി കോൾ ലെറ്റർ കിട്ടുന്നതായിരിക്കും. ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിൽ പ്രതീക്ഷിക്കാം. റിസൾട്ടും ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് അവർ പറഞ്ഞതാണ്, കൃത്യം ആ ടൈമിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കും. മെയിൻസിന്റെ കോൾ ലെറ്ററും അതേ സമയം തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിൽ തന്നെ മെയിൻസിന്റെ കോൾ ലെറ്ററും വരുന്നതായിരിക്കും. Phase 2 ഓൺലൈൻ മെയിൻസ് എക്സാമിനേഷൻ സെപ്റ്റംബറിലായിരിക്കും നടക്കുക. അതിന്റെ റിസൾട്ട് അതേ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് തന്നെ അവർ ഡിക്ലെയർ ചെയ്യും. അടുത്ത ഫേസ് 3യുടെ കോൾ ലെറ്റർ ഒക്ടോബർ നവംബർ സമയങ്ങളിലായിരിക്കും വരിക. ഒക്ടോബർ നവംബർ സമയങ്ങളിൽ തന്നെ എന്ത് ചെയ്യും, കോൾ ലെറ്റർ ഫേസ് 3യുടെ കോൾ ലെറ്റർ വരും. സൈക്കോമെട്രിക് ടെസ്റ്റ് ഒക്ടോബർ നവംബർ, ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് ഇന്റർവ്യൂ ഒക്ടോബർ നവംബറിൽ നടക്കുന്നതായിരിക്കും. ഫൈനൽ റിസൾട്ട് നമുക്ക് നവംബർ ഡിസംബർ 2025 ഡിസംബർ നവംബർ സമയമാകുമ്പോൾ കൃത്യമായിട്ട് അവർ ഫൈനൽ റിസൾട്ടും ഡിക്ലെയർ ചെയ്ത് നമുക്കറിയാൻ പറ്റും എത്ര പേര് ക്വാളിഫൈ ചെയ്തു. കൃത്യമായ സമയത്തിനുള്ളിൽ തന്നെ പറഞ്ഞതാണ്. കൃത്യമായ സമയത്ത് എക്സാം, കൃത്യമായ സമയത്തിനുള്ളിൽ റിസൾട്ട് എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട് SC ST OBC ആൻഡ് PWBD കാൻഡിഡേറ്റ്സിന്. അത് അവർ ഓൾറെഡി ഇവിടെ ടൈം മെൻഷൻ ചെയ്തേക്കുന്നത് കോൾ ലെറ്റേഴ്സ് വരുന്നത് ജൂലൈ ഓഗസ്റ്റ് സമയത്തും പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് നടക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് സമയത്താണെന്ന് പറയുന്നുണ്ട്. സോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അങ്ങ് തുടങ്ങിയാൽ മാത്രം മതി. ഓക്കെ, സോ അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ് അല്ലെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. നോട്ട് ബിലോ 21 years ആൻഡ് നോട്ട് എബൌട്ട് 30 years. അതിന് കൃത്യമായ ഡേറ്റ് അവർ തന്നിട്ടുണ്ട്. 1/4/2025 അതായത് കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ലേറ്റർ ദാൻ 1/4/2004. ഓക്കെ, 1/4/2004 ലേറ്റർ ആയിട്ട് ബോൺ ജനിച്ചവരായിരിക്കരുത്. ആൻഡ് നോട്ട് ഏർലിയർ ദാൻ 2/4/1999 1995 4-ാം മാസം 2-ാം തീയതിക്ക് മുന്നേ ജനിച്ചവരോ 2004 4-ാം മാസം 1-ാം തീയതിക്ക് ശേഷം ജനിച്ചവരോ ആയിരിക്കാൻ പാടില്ല. സോ കൃത്യമായ ഡേറ്റിനുള്ളിൽ ജനിച്ചവരായിരിക്കണം. 21 and 30 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ റിലാക്സേഷൻ താഴെ ടേബിളിൽ കാണാൻ പറ്റും. നോക്കിയേ, OBC നോൺ ക്രീമി ലെയറിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, SC STക്ക് 5, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ആണെങ്കിൽ 10, 13, 15. അതിന്റെ കറക്റ്റ് OBC SC ST UR ആൻഡ് EWS സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ് സർവീസ് കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആണെങ്കിൽ 5 പറഞ്ഞിട്ടുണ്ട്. So age relaxation will not be available either under above items or combination with any other item. Candidates seeking age relaxation are required to submit copies of necessary certificates. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഏജ് റിലാക്സേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. No change in the category of any candidate is permitted after registration of online application. ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷന് ശേഷം പിന്നെ അവിടെ ചേഞ്ച് ഒന്നും അവർ സമ്മതിക്കുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃത്യമായി കിട്ടിയല്ലോ. Not below 21 years and not above 30 years as per 1/4/2025. Okay, then മുകളിലോട്ടും താഴോട്ടും പോകാത്ത കൃത്യമായ തീയതികളും അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇപ്പോഴേ അങ്ങ് റെഡി ആയിക്കോളാം. നിങ്ങൾ ഈ കാറ്റഗറിയുടെ ഇടയിലുള്ളവരാണ്, ഏജ് കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. Then നോക്കാം, എസെൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്താണ്? Graduation in any discipline from a recognized university or any equivalent qualification recognized as such by the central government.
Those who are in the final year semester of their graduation may also apply professionally, subject to the condition that if called for interview, they will have to produce proof of having passed the graduation. അതായത് ഫൈനൽ ഇയർ സെമസ്റ്റർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. നിങ്ങൾ എക്സാം പ്രിലിംസും മെയിൻസും കഴിഞ്ഞ് ഇന്റർവ്യൂവിന് എത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ നിങ്ങൾ പാസ്സായി എന്നുള്ള പ്രൂഫ് ഉണ്ടാവണം. സോ കാൻഡിഡേറ്റ്സ് ഹാവിംഗ് അത് എപ്പോ പാസ് ദ ഗ്രാജുവേഷൻ എക്സാമിനേഷൻ ഓൺ ഓർ ബിഫോർ 30/9/2025. 2025 9/30 മുന്നേ നിങ്ങൾ അല്ലെങ്കിൽ ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾ പാസ് ആയിട്ടുണ്ടെന്ന പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഫൈനൽ ഇയർ സെമസ്റ്റർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇന്റർവ്യൂവിന്റെ സമയത്തായിരിക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എനി ഡിസിപ്ലിനിലെ ഗ്രാജുവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാജുവേഷനിൽ എനി ഡിസിപ്ലിൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗ്രാജുവേറ്റഡ് ആണോ അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ അത് നോക്കുക. ആൻഡ് ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് നമ്മൾ വരികയാണ്. 3 phase പ്രോസസ് ആണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫസ്റ്റ് ഫേസ് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്, 100 മാർക്കിനാണ്, ഓൺലൈൻ ആണ്. ആൻഡ് സെപ്പറേറ്റ് ടൈമിംഗ് ഫോർ ഈച്ച് സെക്ഷൻ ഉണ്ട്, സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ വളരെ വലിയ സർപ്രൈസ്. there will be no sectional cut off in preliminary examination. പ്രിലിംസ് എക്സാമിന് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല, സെക്ഷണൽ ടൈമിംഗ് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യം 20 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 ചോദ്യം 20 മിനിറ്റ്, റീസണിംഗ് എബിലിറ്റി 30 ചോദ്യം 20 മിനിറ്റ്, ടോട്ടൽ 100 ചോദ്യം 1 മണിക്കൂർ, 100 മാർക്കിന്. നോ സെക്ഷണൽ കട്ട് ഓഫ്. Selection criteria for main examination, category wise merit list will be drawn on the basis of aggregate marks. ഇതിൽ നിന്ന് പാസ്സാവുന്നവരെയാണ് മെയിൻസ് എക്സാമിലേക്ക് അവർ വിളിക്കുന്നത്. എടുത്തു പറയുന്നു സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. കാൻഡിഡേറ്റ്സ് നമ്പറിംഗ് 10 times approx the numbers of vacancies each category will be shortlisted. ഓക്കെ, പാസ്സായാൽ മെയിൻസിലേക്ക് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. നേരെ നമ്മൾ മെയിൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് പോകുന്നു. മെയിൻസ് എക്സാമിനേഷനും ഓൺലൈൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്, 200 മാർക്കിനാണ്. ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് 50 മാർക്കിന്. ഡിസ്ക്രിപ്റ്റീവിൽ ഉണ്ടായ ചേഞ്ച് നമ്മൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ കണ്ടതായിരുന്നു. സോ ഇവിടെ വരുമ്പോ റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ 3 മണിക്കൂറാണ് കേട്ടോ നിങ്ങളുടെ ടെസ്റ്റിന്റെ ടൈം എന്ന് പറയുന്നത്. 4 സെക്ഷൻ അറ്റൻഡ് ചെയ്യണം, 200 മാർക്കിന്. there will be separate timing for every section. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. റീസണിംഗ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് നോക്കിയാൽ 40 ചോദ്യം 60 മാർക്ക് 50 മിനിറ്റ്. ഡേറ്റ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ 30 ചോദ്യം 60 മാർക്ക് 45 മിനിറ്റ്. ജനറൽ അവയർനെസ് എക്കോണമി ബാങ്കിങ് നോളേജ് 60 ചോദ്യം 60 മാർക്ക് 45 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യം 20 മാർക്ക് 40 മിനിറ്റ്. ടോട്ടൽ 170 ക്വസ്റ്റ്യൻസ് 200 മാർക്സ് ആൻഡ് 3 hours. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുമ്പോഴോ ഇമെയിൽ, റിപ്പോർട്ട്, സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രസ്സി റൈറ്റിംഗ്. ഇതിന്റെ ഒക്കെ വീഡിയോ ഓൾറെഡി ചെയ്തത് യൂട്യൂബിലുണ്ട്. എക്സാമിന്റെ സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. ഡോണ്ട് വറി. 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും, 50 മാർക്ക്, ടോട്ടൽ 30 minutes, 250 ഗ്രാൻഡ് ടോട്ടൽ 250 ആണ് ഗ്രാൻഡ് ടോട്ടൽ മാർക്ക് മെയിൻസിന് നമുക്കുള്ളത്. ഓക്കെ, കമ്പൽസറി 1 of the 2 ഓപ്ഷൻസ്. ഇമെയിൽ ആണെങ്കിലും റിപ്പോർട്ട് ആണെങ്കിലും ഇമെയിലും റിപ്പോർട്ടും ഈ 2 ചോദ്യങ്ങൾ വെച്ചുണ്ടാവും. അതിലൊരു ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതിയാകും. അതേസമയം സിറ്റുവേഷൻ അനാലിസിസ് പ്രസ്സി റൈറ്റിംഗും 2 ചോദ്യം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സിറ്റുവേഷൻ അനാലിസിസ് എഴുതാം അല്ലെങ്കിൽ പ്രസ്സി റൈറ്റിംഗ് എഴുതാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നും താഴെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി സെക്ഷണൽ കട്ട് ഓഫ് ഇൻ മെയിൻസ് എക്സാമിനേഷൻ, ഈച്ച് കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു സ്കോർ എ മിനിമം സ്കോർ ഇൻ ഈച്ച് ടെസ്റ്റ്. അതായത് ഇവിടെ നിങ്ങൾക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. ഓക്കെ, ദെൻ അത് ടെസ്റ്റ് 1, 2, 3, 4 മാത്രമേ. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെ കാര്യം ഇൻഡിവിജ്വലി പറയുന്നുണ്ട്. ദെൻ അതിനും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നേരെ അടുത്ത ഫേസിലേക്ക് പോകും. ആൻഡ് പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് ആപ്ലിക്കബിൾ ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും. ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ വിച്ച് റോങ് ആൻസർ ഹാവ് ബീൻ ഗീവൻ by the candidate, 1/4 of the marks assigned to the question will be deducted as penalty. അതും പറയുന്നുണ്ട്. ഇനി നമുക്ക് സൈക്കോമെട്രി ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂയിലേക്ക് വരാം. ബാങ്ക് സൈക്കോമെട്രി ടെക്സ്റ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 20 ആണ് ഗ്രൂപ്പ് എക്സസൈസിന്റെ മാർക്ക്, ഇന്റർവ്യൂവിന് 30, ടോട്ടൽ 50. ഓക്കെ, സൈക്കോമെട്രി ടെസ്റ്റ് ഫോർ പേഴ്സണാലിറ്റി പ്രൊഫൈലിംഗ് ഓഫ് ദിസ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ phase 3. സൈക്കോമെട്രി ടെസ്റ്റ് നേരെ ഗ്രൂപ്പ് എക്സസൈസ്, നേരെ ഇന്റർവ്യൂ. ഗ്രൂപ്പ് എക്സസൈസിന് 20 മാർക്ക്, ഇന്റർവ്യൂവിന് 30 മാർക്ക്, ടോട്ടൽ 50 മാർക്ക്.
then you are coming to the final selection procedure. The minimum qualifying mark will be decided by the bank. The candidates will have to qualify phase 2, phase 3 separately. Phase 2 ഉം 3 ഉം separate ആയിട്ട് തന്നെ qualify ചെയ്തിട്ടുണ്ടാവണം. The marks obtained in mains examination phase 2 both in objective and descriptive test will be added to the marks obtained in the phase 3. phase 2 ൽ നിങ്ങൾ മെയിൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഡിസ്ക്രിപ്റ്റീവിന്റെ ബാക്കിയുടെ മാർക്ക് എന്തിന്റെ കൂടെ ആഡ് ചെയ്യും? phase 3 ന്റെ കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്? final merit list വരുന്നത്. The mark obtained in preliminary examination will not be added for preparing the final merit list. Final merit listലേക്ക് preliminary examinationന്റെ മാർക്ക് ആഡ് ഓൺ ആയിട്ട് വരില്ല. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? phase 2ന്റെയും phase 3ന്റെയും ആണ് വരുന്നത്. will be normalized to 100 marks as detailed below. ഓക്കെ, നോർമലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതെങ്ങനെ 100ലേക്ക് നോർമലൈസ് ചെയ്തു. ഓക്കെ, നൗ എക്സാമിനേഷൻ സെന്റേഴ്സ് കേരളത്തിൽ എവിടെയൊക്കെയാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ആൻഡ് വൺസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന്. നോ റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ഓഫ് എക്സാമിനേഷൻ സെന്റർ ഷാൽ ബി എന്റർടൈൻഡ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് കോൾ ലെറ്ററിന്റെ കാര്യം പറയുന്നുണ്ട്. കോൾ ലെറ്റർ ഓഫ് പ്രിലിമിനറി എക്സാം വിൽ നോട്ട് ബി കളക്റ്റഡ്. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് നിങ്ങളുടെ അഡീഷണൽ 2 ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾ കൊണ്ടുവരണം കോൾ ലെറ്ററിന്റെ കൂടെ എന്നും അവർ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ആൻഡ് എങ്ങനെ ഹൗ ടു അപ്ലൈ എന്നുള്ളതൊക്കെ വീഡിയോസ് ഉടനെ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഡോണ്ട് വറി. എമോളിമെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിക് പേ എന്ന് പറയുന്നത് 48,480 പ്ലസ് 4 അഡ്വാൻസ് ഇൻക്രിമെന്റ്സ് ഇൻ ദ സ്കെയിൽ ഓഫ് 48,482. അങ്ങനെ പോകും നിങ്ങളുടെ എന്താ എമോളിമെന്റ്സ്. അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ തവണയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടതാണ്. ബേസിക് പേ പോലെ അത്യാവശ്യം നല്ലൊരു സാലറി ഉള്ള, അത്യാവശ്യം നല്ലൊരു പൊസിഷൻ ഉള്ള, വളരെ അടിപൊളിയായിട്ടൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് ഇത്. അതിൽ ഒരു സംശയവുമില്ല. The official will be, പിന്നെ നമുക്ക് അതിലൂടെ എന്തൊക്കെ official will be eligible for DA, HRA, CCA, PF, contributory pension fund, NPS, LFC, medical facility, lease rental facility, etc. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ജോയിനിങ് ആൻഡ് ട്രെയിനിങ് കരിയർ പാത്ത് പറയുന്നുണ്ട്. എക്സിക്യൂട്ട് എ ബോണ്ട് ഓഫ് വാല്യൂ ഓഫ് 2 lakhs only to serve the bank for a minimum of 3 years. ഓക്കെ, ബോണ്ട് ഉണ്ടാവും നിങ്ങൾക്ക്. ഇനി ആപ്ലിക്കേഷൻ ഫീയിലേക്ക് വരാം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ആപ്ലിക്കേഷൻ ഫീ അത് ഞാൻ കുറച്ചുകൂടെ മുകളിലേക്ക് മാറ്റി വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരും. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 750 for unreserved EWS OBC candidates. 750 ആണ് unreserved EWS OBC candidatesന് and nil for SC ST PWD candidates. അതായത് SC ST PWD candidatesന് എക്സാമിനേഷൻ ഫീസ് ഇല്ല. ആൻഡ് ആകെയുള്ളത് അൺറിസർവ്ഡ് EWS OBC കാൻഡിഡേറ്റ്സിനാണ് 750 രൂപയാണ് പറയുന്നത്. ആൻഡ് ദർ വിൽ ബി നോ റീഫണ്ട് എന്നും അവർ പറയുന്നുണ്ട്. ഓക്കെ, സോ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങിന്റെ കാര്യം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തതാണ്. നൗ നമ്പർ ഓഫ് ചാൻസസ് എന്നൊരു സംഭവം കണ്ടാലും ടെൻഷൻ അടിക്കേണ്ട. മെയിൻസിന്റെ കാര്യത്തിലാണ് നമ്പർ ഓഫ് ചാൻസസ് പറയുന്നത്, പ്രിലിംസിന്റെ കാര്യത്തിലല്ല. ജനറൽ EWS ആണെങ്കിൽ 4 മാക്സിമം ചാൻസസ് എത്രയാണ്? പെർമിസിബിൾ നമ്പർ ഓഫ് ചാൻസസ് 4 ആണ്. PWBD, EWS, OBC, PWBD അവർക്കാണെങ്കിൽ 7. SC ST ആണെങ്കിൽ നോ റെസ്ട്രിക്ഷൻ ആണ്. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഓൾറെഡി അപ്പിയർഡ് ഫോർ ദ മാക്സിമം നമ്പർ ഓഫ് പെർമിസിബിൾ ചാൻസസ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ. ഇത്രയും ചാൻസസ് ഓൾറെഡി എഴുതി തീർത്തവർക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഇതില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രിലിംസ്, ഇറ്റ്സ് അബൌട്ട് മെയിൻസ്. ഓക്കെ, ദ നമ്പർ ഓഫ് ചാൻസസ് വിൽ ബി കൗണ്ടഡ് ഫ്രം ദ എക്സാമിനേഷൻ ഹെൽഡ് ഓൺ 18 not 2010. 2010 മുതലുള്ളതാണ് അവർ കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പിയറിംഗ് ഇൻ പ്രിലിമിനറി എക്സാമിനേഷൻ വിൽ നോട്ട് ബി കൗണ്ടഡ് ആസ് ചാൻസ്. അപ്പിയറിംഗ് ഇൻ മെയിൻസ് എക്സാമിനേഷൻ വിൽ ബി കൗണ്ടഡ് ആസ് ചാൻസ്. ഓക്കെ, സോ ഹൗ ടു അപ്ലൈ എന്നുള്ള വീഡിയോ ഉടനെ തന്നെ ചാനലിൽ അപ്പാവുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടോളാം. സോ കേരളത്തിലെ സെന്റേഴ്സ് നമുക്ക് നോക്കാം. ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ആൻഡ് ട്രിവാൻഡ്രം ആണ് നമ്മുടെ പ്രിലിംസിന്റെ എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നത്. മെയിൻസ് എക്സാമിനേഷൻ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ എറണാകുളം, തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂരാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ഉടനെ തന്നെ പോയി അപ്ലൈ ചെയ്യുക. ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വീഡിയോ ഒന്നുകൂടെ വേണമെങ്കിൽ ഒരുമിച്ച് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ടു നോക്കുക. ഹൗ ടു അപ്ലൈ എന്നുള്ള വീഡിയോ വരുമ്പോൾ അതും ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് കംപ്ലീറ്റ്ലി റെഡി ആണെങ്കിൽ ഉടനെ തന്നെ IBPS SBI ടാർഗറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പൊ ജോയിൻ ചെയ്യണം, ഇന്ന് ഈ നിമിഷം ജോയിൻ ചെയ്യണമെങ്കിൽ RRB PO ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബേസ് ടു അഡ്വാൻസ് തന്നെയാണ്. എല്ലാ ബാങ്ക് എക്സാമിനും വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. ഇനി ഓഫ്ലൈൻ ആയിട്ട് പഠിക്കണമെങ്കിൽ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ റിപ്പീറ്റേഴ്സിനാണ് ക്ലാസ് നടക്കുന്നത്. സോ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ പോളിഷ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരുമിച്ച് പഠിച്ച് അടുത്ത വരാൻ പോകുന്ന SBI
PO ലിസ്റ്റിൽ പേര് വരാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ റെഡിയാണ്. Join us and let's do this together. See you in the next notification. Bye bye.